ഗൈസ് ആൻഡ് ബാൾട്ടി എന്ന് പറഞ്ഞ പടം കാണാൻ പോവാണ് ഗൈസ്. കാർത്തിക് സൂര്യ ആൻഡ് വർഷ. അപ്പം ഞാനൊരു കാര്യം ഓർത്തില്ല. അവൻ എന്നെ വിളിച്ചിട്ട് വന്ന് സിനിമയ്ക്ക് പോകാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു വന്നു. എടാ പക്ഷെ പിന്നെയാണ് ഓർത്തത് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഫൈനൽ ഉണ്ടായിരുന്നു, എന്താവുമെന്നോ. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയി ഗൈസ്. അപ്പം എന്തായാലും കാർത്തികയോടെ പോയി ഫുഡ് അടിച്ച് സിനിമയെ കണ്ടിട്ട് വരാം. ഓ എന്ത് ഇരുട്ടറേ ഇവിടെ. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്നെ ട്രാപ്പിലാക്കി. ഞാൻ ഓർത്തില്ല ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലായിരുന്നു. ഇല്ലല്ലോ, പക്ഷെ കുഴപ്പമില്ല, ഞാൻ അവിടെ എന്താണ് അപ്ഡേറ്റ് കണ്ടോളാം. ഇനിയിപ്പോ എന്തായാലും ബാൾട്ടി എങ്കിൽ ബാൾട്ടി ഗൈസ്. അപ്പൊ നമ്മള് സ്റ്റേഡിയത്തിന് അങ്ങോട്ട് പോവാം, അവിടെയാണ് ആ ഫുഡ് കട. അപ്പൊ ഗൈസ് നമ്മൾ എന്തോ സീ ഫുഡിന്റെ ഒരു സാധനം കഴിക്കാൻ പോകണം. അപ്പൊ ഇവരെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഞാനും അതിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ട് നമ്മളത് കഴിച്ചിട്ട് വരാം. എന്നിട്ട് ബാൾട്ടിയും കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. ഇൻട്രൊഡ്യൂസ് യെസ്. അപ്പം നമ്മൾ അങ്ങോട്ട് ചലിക്കട്ടെ ഗൈസ്. ബൈ ബൈ. പുതിയ ഐഫോൺ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതാ ഒരു സുവർണ അവസരം. ഐഫോൺ 17 Pro Max 1 TB. ഉഫ്, എനിക്ക് വയ്യേട്ടാ. ഇതാരുടേതാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇതായി ഫ്രണ്ട് ഇരിക്കുന്നവൻ മൈ കൊളീഗ് ആപ്പിൾ ഭ്രാന്തൻ. ഞാൻ പിന്നെ പ്രൈസ് പറഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ ഗൈസ്. ഇതിപ്പോ ഒരുമാതിരി പണക്കാർക്ക് എടുക്കാൻ വേണ്ടിയുള്ള പൈസയിലാണ് ഇപ്പൊ അമ്മമാര് വിറ്റോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം ഗൈസ്. എനിക്ക് വേറെ എന്തൊക്കെയോ സാധനം വാങ്ങിച്ചു, ഞാൻ അതും കാണിച്ചു തരാം. ഇത് എക്സ്ക്ലൂസീവാണ് ഗൈസ്. കാർത്തിക് സൂര്യ എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് അവന്റെ വ്ളോഗിൽ വരുന്നതേ ഉള്ളൂ. ഫുൾ ഇതൊക്കെ എന്താ പറയുക, എയർപോർട്സ് 3 അല്ലേ ഇത്? 3 Pro 3 അങ്ങനെ അത് ശ്വാസം വാങ്ങിച്ചു. നിങ്ങൾ ഐഫോൺ വാങ്ങിക്കണമെങ്കിൽ ഈ കേസ് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ ഗൈസ്. ആ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയിക്കണമെങ്കിൽ ക്ലിയർ കേസ് വാങ്ങിക്കുക. ഞാനും വാങ്ങിക്കണമെങ്കിൽ ഇതേ വാങ്ങിക്കുള്ളൂ. ഇതാണ് ഗൈസ് കട, മാർട്ടിൻസ് ഹാർബർ. നീരാളി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഗൈസ്. ഇതാണ് മെനു. നമ്മളൊരു വമ്പിച്ച ഓർഡറിങ്ങാണ് നടത്തിയിരിക്കുന്നത്. രാത്രി ഭയങ്കര വിശപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻസ് കോംബോ ബാസ്ക്കറ്റ് പെറി പെറി ഫിഷ് ആൻഡ് ചിപ്സ് അവർ സജസ്റ്റ് ചെയ്ത് അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഈ ഷ്രിമ്പ് പോയി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതേമാതിരി ബർഗർ പോലത്തെ സാധനമൊന്നുമാണ്. പിന്നെ ഡ്രിങ്ക്സ്. പക്ഷെ നോക്കാം ഗൈസ് അങ്ങനെയുണ്ട്. ഫ്രഷ്നെസ് ഓഫ് ദ ക്യാറ്റ്സ്, അതാണ് മെയിൻ അറിയേണ്ട. ലൈക്ക് സീ ഫുഡിന്റെ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് മെയിൻലി. പക്ഷെ ഇങ്ങനത്തെ ഫുഡിൽ ബേസിക്കലി നമുക്ക് ആ ഒരു അധികം ബാക്കി ഫ്ലേവേഴ്സ് ആണല്ലോ. ആ സീ ഫുഡിന്റെ ടേസ്റ്റ് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഇതേ സംഭവം ഗൈസ്. ഇതാണ് ഷ്രിമ്പ് പോയി. ഇതുണ്ട് ഇങ്ങനെ പൊരിച്ച കൊഞ്ചിരികളുണ്ട്. അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് ഞാൻ ഷ്രിമ്പ് കിട്ടാൻ വേണ്ടി വരും. സോസിന്റെ ടേസ്റ്റ് ഓവർ പവറോ. കൊള്ളാം, നൈസ്, നല്ല ക്രിസ്പി സംഭവം. കുറച്ച് ഇത്തിരി ആ സോസിന്റെ പുളിപ്പും എല്ലാം കൂടെ വെച്ചിട്ട് ഡിഫറെന്റ് ടേസ്റ്റ്. നൈസ്, കൊള്ളാം നൈസ്, ഇത് നൈസ്. അടുത്ത് നമുക്ക് വേറെ ട്രൈ ചെയ്യാം. ആ പോയിൽ ഓണല്ലേ ഇതാണ് ഓവറാവും പറഞ്ഞ സില്ലി പീപ്പിൾ. നമ്മളെ തീറ്റ അറിയത്തില്ല. ഞാനല്ലേ ആ ഒരു സോസിന്റെ ടേസ്റ്റ് ആണ് ആദ്യം വേണം. ആ കൊഞ്ചുള്ള ഭാഗം കടി നല്ല അതിന്റെ നൈസ് അല്ലേ. അപ്പൊ ഗൈസ് അടുത്ത് ഞാൻ ഈ ഒക്ടോപസ് കഴിച്ചോളെ. ഏതാണ് ഒക്ടോപസ്? കൊഞ്ച്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒക്ടോപസ് കഴിക്കുന്ന ഞാൻ. ഇതാണ് ഒക്ടോപസ്. 5-6 ഇത് പക്ഷെ ബേബി ഒക്ടോപസ് ആണ്. ഇതാണ് സോസ്, ഡിപ്പിംഗ് സോസ്. നല്ല ബാറ്റർ ഇവിടെ അതാണ് ഇല്ലാത്തത്. മറ്റേ കറുമുറുണ്ട്, ഈ ക്രഞ്ചി ഇല്ല. ഇങ്ങനെ ഒടിഞ്ഞു പോണ ക്രിസ്പിനെസ്. സൂപ്പർ ബാറ്റർ ഗൈസ്, അടിപൊളി ഗൈസ്. ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു നോക്കാം ഗൈസ്.
സത്യം പറഞ്ഞാൽ ഇത് പെരിപ്പരി അല്ലാതെ നോർമൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ മീനിൻ്റെ ഫ്ലേവറേ കിട്ടുള്ളൂ. ബാറ്റർ ലൈറ്റായിട്ടായി. ഇതിപ്പോൾ നമുക്ക് ആ എരി വേണമെന്നുള്ളവർക്കാണ് പെരിപ്പരി വേണ്ടത്. പക്ഷെ ഉൾട്രാ ക്രിസ്പി കേട്ടോ. ഇത്ര പോലും കാണൂല നോർമലോ. പൊളി കാണും, അടിപൊളി. നാരങ്ങ കൂടെ വെച്ചെന്ന് നല്ല ടേസ്റ്റ്. ഗൈസ് കഴിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡാടി ഈസ് അപ്രൂവ്ഡ്. ഇവരെ നല്ല ഇവരെ ഫ്രൈസ് ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അടിപൊളി ഫ്രൈസാണ്. മറ്റേ സ്കിൻ വിത്ത് സ്കിന്നാണ്, മനസ്സിലായത്. അതുകൊണ്ട് ഫുഡ് രക്ഷയില്ല ഗൈസ്, അടിപൊളി. നമ്മൾ ഓവർ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ആയില്ല. വയറിൻ്റെ ഒരു മൂല പോലും ഫുള്ളായിട്ടില്ല. അപ്പോൾ അടുത്തിനി ഒരു ഫില്ലേ ഫിഷിൻ്റെ സാൻഡ്വിച്ചും കൂടെ അവർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ടി വരും ഗൈസ്. മസ്റ്റ് വിസിറ്റ് സംഭവമാണ്. വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഈ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല വർക്കാവും. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല യെസ്, ഫിഷ് ആൻഡ് ചിപ്സ് അതാണ് സായിപ്പന്മാരുടെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. അത് നിങ്ങൾ കഴിച്ചു നോക്കി നിങ്ങൾക്ക്. പക്ഷേ മസാലയൊക്കെ തേച്ച് കഴിക്കുന്നവർക്ക് വർക്കാവില്ല. പെറിയുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട്, അത് ചിലപ്പം ഇഷ്ടപ്പെടും. അത് നൈസാണ്, അത്യാവശ്യം സ്പൈസി ഒക്കെ ഉണ്ട്. സോ പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കാനാണ് ഇതിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ആ ഫിഷിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ആകെ ലെമൺ മാത്രം ഒന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സാധനം ഗൈസ്. ഡ്രിങ്ക്സും അടിപൊളി, സൂപ്പർ സാധനം, എല്ലാം അടിപൊളി ഗൈസ്. നല്ല മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. വി അപ്രൂവ്ഡ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം, കാർത്തികല്ല. പുള്ളി ഇവിടുത്തെ ഷെഫ് യൂത്ത് ജാക്ക്മാൻ ഒക്കെ ആയിട്ട് ഗൈസ്. ഓ സൂപ്പർ ആട്ടാ, യൂത്ത് ജാക്ക്മാൻ വരെ നൈസ്. ചുഷു ഓ കൊള്ളാം ഗൈസ്. അത്യാവശ്യം VIP ആയിട്ടുള്ള ഷെഫാണ് നമ്മളാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാം. ഓക്കെ ബൈ ഗൈസ്. ഇതാണ് ഫില്ലേ ഓഫ് ഫിഷ്. ഫില്ലേ ഓഫ് ഫിഷ് വീണ്ടും കുറച്ച് ഫ്രൈസ്. ആ ഇത് അടുത്ത സാൻഡ്വിച്ചാണ്. ഇത് അവരുടെ ട്രഡീഷണൽ ഐറ്റമാണ് ഫില്ലേ ഓഫ് ഫിഷ്. പിന്നെ സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം, ബർഗർ ഷേപ്പാണ്. ഫിഷ് സാൻഡ്വിച്ച്. ആ ഓ ചീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അത്. സാധനം കൊള്ളാൻ തോന്നുന്നു ഗൈസ്. ആ സോസിൻ്റെ ആയി, ടാറ്റർ സോസിൻ്റെ ആയി അവന് ഇഷ്ടപ്പെട്ടു. അതുകൂടെ വേണ്ട കടിയോടെ. വെരി ഗുഡ്. ഞാൻ കഴിച്ചോട്ടെ. ചീസുണ്ട് ഈ സൈഡിൽ നിന്ന് അറിയാം. ചൂട് നല്ല സോസ് കേട്ടോ. ആ ടാറ്റാ സോസും ചീസും ഫിഷും പൊളി കഴിച്ചു, അടിപൊളി സാധനം. കൊള്ളാം. കുറച്ചുകൂടെ വലിയ സാൻഡ്വിച്ച് ആയാൽ മതി. ഭയങ്കര ചെറുത്, ഭയങ്കര ലൈറ്റാണ്. അത് ഹെവി ഫീലിംഗേ ഇല്ല. ക്വാണ്ടിറ്റി ഭയങ്കര ഒരു അത്യാവശ്യം അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഇതിൽ കുറച്ചുകൂടെ വലുതാണ്. ആണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് പറയട്ടെ. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ഹൗ വാസ് ദ ഫുഡ്? അടിപൊളിയായിരുന്നല്ലേ? ഗുഡ് ഗുഡ്. ഇനി വരും ഇവിടെ. ഇനി നമുക്ക് സിനിമ കാണാൻ പോകാം ഗൈസ്. ശരി ഗൈസ്, നമ്മൾ നല്ലപോലെ അടിച്ചു ഫുൾ ഹെവി ഇതായി. ആദ്യം വിചാരിച്ച ലൈറ്റാണ്, പിന്നെ ഒരു സാൻഡ്വിച്ച് കൂടെ ആയപ്പോഴേക്കും ഫുള്ളായി. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തിനി നേരെ സിനിമാ തിയേറ്ററിലോട്ട് പോയി ബൾട്ടി കണ്ടിട്ട് വരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പടത്തിനെ പറ്റിയുള്ള ഒപ്പീനിയൻ പറയാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഷെനോയ്സിലെത്തിയിരിക്കുകയാണ്. ഇതാണ്ട് അടുത്ത വ്ളോഗ്. അപ്പോൾ ശരി ഗൈസ്, പടം കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു ഫിൽട്ടർ കോഫി കുടിച്ചിട്ട് സിനിമയ്ക്ക് കയറാമെന്നുള്ള വിചാരത്തിലിരിക്കുകയാണ്. ഇത് മറ്റേ ഷെനോയ്സിൻ്റെ മുകളിലുള്ള കാപ്പിയൻ കോയാണ്. കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. തൊണ്ട ഒരു കിച്ചടിക്കുന്നുണ്ട്, ഒരുപാട് തണുപ്പ് കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അത് ഒരു കോഫി കുടിച്ചിട്ട് കയറാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫിൽട്ടർ കോഫി വന്നിരിക്കുകയാണ്. ഇതും കൂടെ കുടിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് കയറാൻ പോവുകയാണ്. ബാൽട്ടി കണ്ടിട്ട് വീട്ടിൽ എത്തിയിട്ട് അഭിപ്രായം പറയാം ഗൈസ്.
അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കാല്ലേ. ആ ഓക്കെ ഗൈസ്, നമ്മൾ പടമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഓക്കെ സീക്രട്ട് ഏജന്റ് സനുബ്ര. അങ്ങനെ ഗൈസ് നമ്മൾ സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഒരു തമിഴ് പടം, നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ആക്ഷൻ പടം. സൈനികം കൊള്ളാം കേട്ടോ ഗൈസ്, അടിപൊളി, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ടോട്ടൽ ഒരു സൈനികം ചേഞ്ച് ആയി. RDX കഴിഞ്ഞതോടെ പുള്ളിക്ക് കുറച്ച് ഒരു ആക്ഷൻ സ്റ്റാർ. അയ്യോ ഫോട്ടോ എടുക്കാൻ മറന്നുപോയോ? പുള്ളിയാണോ? അല്ല കീ ഒന്നും വേണ്ട, കുഴപ്പമില്ല, പിന്നെ എടുക്കാം. ബ്രോനെ കഫീക്ക് തന്നെ കണ്ടിരുന്നു. ഞാൻ അവിടെ ഉണ്ടാവും ബ്രോ, എപ്പോഴും കാണാൻ. അല്ല ഫ്രണ്ടിന്റെ ആണത്. ശരി. ഞാൻ ഇന്ന് ക്രിക്കറ്റ് ഒക്കെ കാണായിരുന്നു ഗൈസ്. ഇന്ത്യ ജയിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഒന്ന് അത് ഞാൻ സ്കോർ ബോർഡ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് സീനില്ല. ബൈ ഗൈസ്, ടാറ്റാ. അപ്പൊ ഗൈസ് അവര് യാത്ര പറഞ്ഞു പോവുകയാണ്. മൂവിയുടെ ഒപ്പീനിയൻ ഞാൻ വീട്ടിൽ കയറിയിട്ട് പറയാം. ബൈ. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഹോം ബാൾട്ടി കണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈക്ക് ഒരു തമിഴ് പടത്തിൻ്റെ ഒരു ടച്ചൊക്കെ ഉണ്ട് പടത്തിൽ മൊത്തത്തിൽ. ലൈക്ക് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി രസമുണ്ട്. ലൈക്ക് സൈനികം ഞാൻ പറഞ്ഞില്ലേ, RDXന് ശേഷം ആ ഒരു വൈബ് പിടിച്ച് ചെയ്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് ഏകദേശം ചില സീനിലൊക്കെ നമുക്ക് ആ ഒരു RDXൽ ആ ഒരു മാനറസമൊക്കെ ഫീൽ ചെയ്യും, മനസ്സിലായില്ല. പക്ഷെ അത്യാവശ്യം നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്, ഫൈറ്റ് സീൻസ് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള റോളാണ് പുള്ളി കിട്ടിയത്. അതുകൊണ്ട് എഫേർട്ട് നൈസായിട്ട് എനിക്ക് വർക്കായി പുള്ളിയുടെ. നൈസ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൈനികം. മാത്രമല്ല വേറൊരു ശാന്തനു എന്നാണോ പുള്ളിയുടെ പേര്, ഒരു മിനിറ്റ്. ശാന്തനു ഭാഗ്യരാജ്, പുള്ളിയും കൊള്ളാം. സപ്പോർട്ടിങ് ആക്ടറാണ്. അത്യാവശ്യം നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിലെ റോള്. ഈക്വലി കുറച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പടത്തിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ മ്യൂസിക് അടിപൊളി ഈ പടത്തിൻ്റെ, അടിപൊളിയായിട്ട്. മറ്റേ പുള്ളിക്കാരൻ്റെ പേര് സായി അഭ്യങ്കർ, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ വർക്ക്. സോ വെൽ ഡൺ, വെരി ഗുഡ് എഫേർട്ട്. ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ജാലക്കാരി എന്നുള്ള പാട്ട്, അത് നൈസായിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ അടിപൊളി, ഉണ്ണി ശിവലിംഗം, നൈസ്. പുള്ളിയുടെ പ്രീവിയസ് പടം എനിക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെയാണ്, പക്ഷെ സ്മാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ടൊരു തമിഴിൻ്റെ സ്കെയിലാണ് പിടിച്ചേക്കുന്നത്. മലയാള സിനിമയാണെന്ന് നമുക്ക് ലൈക്ക് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യൂല. അത് മലയാളത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് സെറ്റപ്പ് അല്ല. ലൈക്ക് യുനോ എൻവയോൺമെൻറ്റും ആംബിയൻസ് ഒക്കെ, ബിക്കോസ് മൊത്തത്തിലൊരു തമിഴ് ടച്ച് ഉണ്ട് എല്ലാത്തിലും, ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഫൈറ്റും സിനിമാറ്റോഗ്രഫിയും കൊള്ളാം, കുഴപ്പമില്ല. ഫൈറ്റ് എനിക്ക് അറിഞ്ഞു ആരാണ്, പക്ഷെ ഫൈറ്റ് നല്ല സ്മാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ സീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു റെസ്റ്റോറൻറ്റിലെ സീന്, അതൊക്കെ നൈസായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഒരു കോറിഡോർ പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു സീന്, പിന്നെ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ടുണ്ടോയെന്നും ലൈക്ക് ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ് കുറച്ച് നമുക്ക് ഇത്തിരി ഓവർ ദ ടോപ്പായിട്ട് തോന്നും ചില കാര്യങ്ങളൊക്കെ. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, മനസ്സിലായല്ലേ. അത് കാരണം കുറച്ച് ലാഗ് അടിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയ്ക്കൊരു എൻഗേജിങ് അല്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് നമുക്ക് വലിച്ചു നീട്ടിയ പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഓവറോൾ അടിപൊളി പടം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം, എൻ്റർടൈനിങ് ആണ് പടം. എനിക്കൊന്നാണ് സൈനികത്തിനെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണെന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല പുള്ളിയുടെ എല്ലാ ആംഗിളും പിടിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഹിസ് 25th പടം നല്ല ലൈക്ക് സ്പെഷ്യൽ ആണല്ലോ പുള്ളി. എന്തായാലും ഈസ് എ ഗുഡ് ആക്ടർ. സോ ഹി ഡിഡ് റിയലി വെൽ. അപ്പം എന്തായാലും എൻ്റർടൈനിങ് ആയിരുന്നു ഗൈസ്. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു പടമാണ്. ഞാൻ കേട്ടായിരുന്നു റിവ്യൂ ഒക്കെ നല്ലതാണ്, പക്ഷെ കണ്ടപ്പം ഇറ്റ്സ് ഗുഡ്. അത്യാവശ്യം നല്ലൊരു എഫേർട്ടിൽ എടുത്ത പടം തന്നെ. വലിയ കുഴപ്പങ്ങളൊന്നും എടുത്ത് പറയാനില്ല. അൽഫോൺസ് പുത്രനുണ്ട്, പൂർണ്ണിമ ഇന്ദ്രജിത്തുണ്ട്, ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞേ വലിയ ഇമ്പാക്ട്ഫുൾ റോള്. പിന്നെ വില്ലനായിട്ട് സെൽവരാഘവനാണ്, പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനാണ് കുറച്ചൊരിത്തിരി എന്താ പറയുക, വില്ലനിസം കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും ലൈക്ക് ടുവേർഡ്സ് എൻഡൊക്കെ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ എല്ലാം കൊണ്ട് ഒരു തമിഴ് ടച്ച് ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിലുണ്ട്. ഒരു മലയാളം ഫിലിം കാണുന്ന ഒരു സംഭവമല്ല. അപ്പം ആ ഒരു വൈബ് അടിച്ചതേ ഇല്ല മലയാള സിനിമയിലെ ഒരു സംഭവം. മൊത്തത്തിലൊരു തമിഴ് സിനിമ എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് കൊള്ളാം ഗൈസ്, എൻ്റർടൈനിങ് ആണ്. നല്ലൊരു ആക്ഷൻ ത്രില്ലർ,
സ്പോർട്സിൻ്റെ ആ ഒരു പാർട്സും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ ഗുഡ്, ഐ ലവ്ഡ് ഇറ്റ്. സോ വെയിറ്റിംഗ് ഫോർ ദ അടുത്ത നെക്സ്റ്റ് മൂവി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കണം. ഏതെങ്കിലും നല്ല മൂവി വന്നു കഴിഞ്ഞാൽ കാണാൻ പോകാം ഗൈസ്. അപ്പം ഹാഡ് എ ഗുഡ് ഡേ ടുഡേ, നല്ലൊരു പടവും കണ്ട് വൈൻഡ് അപ്പ്. അപ്പോൾ ശരി ഗൈസ്, ടേക്ക് കെയർ, ബൈ.